ചൈനയിൽ നിന്നുള്ള വിസ്മയിപ്പിക്കുന്ന ഒരു വൈദ്യശാസ്ത്ര വാർത്തയാണിപ്പോൾ ലോകശ്രദ്ധ നേടുന്നത്. ജോലിസ്ഥലത്തുണ്ടായ അപകടത്തിൽ പൂർണ്ണമായും വേർപെട്ടുപോയ ഒരു യുവതിയുടെ ചെവി മാസങ്ങളോളം അവരുടെ കാലിൽ തുന്നിച്ചേർത്ത് ജീവനോടെ നിലനിർത്തുകയും പിന്നീട് വിജയകരമായി തലയിൽ പുനഃസ്ഥാപിക്കുകയും ചെയ്ത വാർത്തയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഷാൻഡോങ് പ്രവിശ്യയിലെ ഒരു ഫാക്ടറി തൊഴിലാളിയായ സൺ എന്ന 30-കാരിയാണ് ഈ അപൂർവ ശസ്ത്രക്രിയയ്ക്ക് വിധേയായത്. ഏപ്രിൽ മാസത്തിൽ ഫാക്ടറിയിലെ യന്ത്രത്തിനുള്ളിൽ മുടി കുടുങ്ങിയതിനെ തുടർന്ന് സണ്ണിന്റെ തലയോട്ടിയിലെ ചർമ്മവും കഴുത്തിന്റെ ഭാഗവും ഒരു ചെവിയും പൂർണ്ണമായും വേർപെട്ടുപോയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായ യുവതിയെ ജിനാനിലെ ഷാൻഡോങ് പ്രവിശ്യ ആശുപത്രിയിൽ എത്തിച്ചു. യുവതിയുടെ തലയോട്ടിയിലെ രക്തക്കുഴലുകൾക്കും കോശങ്ങൾക്കും ഗുരുതരമായ പരിക്കേറ്റതിനാൽ മുറിഞ്ഞുപോയ ചെവി ഉടൻ തന്നെ തലയിൽ വെച്ച് പിടിപ്പിക്കുക അസാധ്യമായിരുന്നു. എന്നാൽ ചെവി ജീവനോടെ നിലനിർത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. ഇതിനായി മൈക്രോ സർജറി വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ ക്യു ഷെങ് ക്യാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരു വിപ്ലവകരമായ തീരുമാനമെടുത്തു. ചെവി താൽക്കാലികമായി യുവതിയുടെ കാൽപാദത്തിന്റെ മുകൾ ഭാഗത്ത് തുന്നിച്ചേർക്കുക എന്നതായിരുന്നു ആ തീരുമാനം. കാൽപാദത്തിലെ രക്തക്കുഴലുകൾക്ക് ചെവിയിലെ രക്തക്കുഴലുകളുമായി സാമ്യമുള്ളതിനാലും അവിടുത്തെ ചർമ്മത്തിന് കനം കുറവായിരുന്നതിനാലും ഈ രീതി ഗുണകരമാകുമെന്ന് ഡോക്ടർമാർ കണ്ടെത്തി. 10 മണിക്കൂർ നീണ്ടുനിന്ന ശസ്ത്രക്രിയയിലൂടെയാണ് ചെവി കാലിൽ പിടിപ്പിച്ചത്. ഇതിനിടയിൽ രക്തസംക്രമണത്തിൽ തടസ്സങ്ങൾ നേരിട്ടപ്പോൾ 5 ദിവസത്തിനുള്ളിൽ 500 തവണയോളം രക്തം പുറത്തു കളഞ്ഞ് ചെവി നശിക്കാതെ ഡോക്ടർമാർ സംരക്ഷിച്ചു. ചെവി കാലിലിരിക്കെ തന്നെ യുവതിയുടെ തലയോട്ടിയിലെ മുറിവുകൾ ഉണങ്ങാനായി കുട്ടിയുടെ ചർമ്മം ഉപയോഗിച്ച് ഗ്രാഫ്റ്റിംഗ് നടത്തി. 5 മാസത്തോളം സൺ തന്റെ ചെവി കാലിൽ വഹിച്ചു. ഈ കാലയളവിൽ ചെവിക്ക് പരിക്കേൽക്കാതിരിക്കുവാൻ അയഞ്ഞ പാദരക്ഷകളാണ് ഇവർ ധരിച്ചിരുന്നത്. ഒക്ടോബർ മാസത്തിൽ തലയിലെ മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങിയ ശേഷം 6 മണിക്കൂർ നീണ്ട മറ്റൊരു സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ ചെവി അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് വിജയകരമായി വെച്ചുപിടിപ്പിച്ചു. നിലവിൽ സൺ പൂർണ്ണ ആരോഗ്യവതിയായി ആശുപത്രി വിട്ടു. നഷ്ടപ്പെട്ട പുരികം വീണ്ടെടുക്കുവാനും കാലിലെ പാടുകൾ മാറ്റുവാനുമുള്ള ചെറിയ ശസ്ത്രക്രിയകൾ കൂടി ഇനി ബാക്കിയുണ്ട്. വൈദ്യശാസ്ത്ര ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണവും എന്നാൽ വിജയകരവുമായ ശസ്ത്രക്രിയകളിൽ ഒന്നായി ഇതിനെ കണക്കാക്കുന്നു.